മഹാശവം മുകളിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ ചണ്ഡിക അല്ലെങ്കിൽ കാളി പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കാളി പ്രത്യക്ഷപ്പെട്ടിട്ട് കാളിയുടെ ശരീരം പതുക്കെ പതുക്കെ ചുരുങ്ങാൻ തുടങ്ങി, ശോഷിക്കാൻ തുടങ്ങി. എന്തിനാണ്? നമ്മൾ ഈ സദ്യയ്ക്ക് മുമ്പ് വയറിളക്കുന്നത് പോലെ അതുപോലെയാണ്. ഒരുപാട് ചോര കുടിക്കാനുണ്ട്. അപ്പോൾ ശരീരത്തിലുള്ള ചോര മുഴുവൻ സ്വയം അതിനെയൊക്കെ വരട്ടി കളഞ്ഞിട്ട് ആ ചോര കുടിക്കാൻ തയ്യാറാവുകയാണ്. നമ്മൾ നിർത്തിയത് 5-ാമത്തെ പദ്യത്തിലാണ്. പ്രേതവൃന്ദൈരനുഗത മാതൃമണ്ഡലലാളിത കുംഭാണ്ഡയക്ഷവേതാള ജാലതാരകിതാംബര. പ്രേതവൃന്ദങ്ങൾ, ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിശാചുക്കൾ, ഇതൊക്കെയാണ് ദേവിയുടെ അനുചരന്മാർ. അവരൊക്കെ ദേവിയെ പിന്തുടർന്നെത്തി. സപ്തമാതൃകകൾ, അത് ദേവിയുടെ തന്നെ 7 രൂപങ്ങളാണ്, 7 ഭാവങ്ങളാണ്. ആ സപ്തമാതൃകകളും ദേവിയെ അനുഗമിച്ചു. പിന്നെ കുംഭാണ്ഡന്മാർ, യക്ഷന്മാർ, വേതാളങ്ങൾ, ഇതൊക്കെ ദേവിയുടെ അനുചരന്മാരാണ്. ഒക്കെ മാംസവും രക്തവും കഴിക്കുന്ന ആൾക്കാരാണ്. ഇവരെ കൊണ്ട് ആകാശം നിറഞ്ഞു. ഇനി തുടർന്ന് വായിക്കാം. ശിരാലദീർഘദോർദണ്ഡ വനീകൃതനഭസ്ഥല ഹിരന്തീകീർണ ദിഗ്ധാഹൈർദൃഷ്ടിപാതൈർദിവാകരാൻ. ശിരാലൈഹി ശിരാവദ്ഭിഹി ദീർഘൈഹി ദോർദണ്ഡൈഹി വനമിവ സമ്പദ്യമാനം കൃതം നഭസ്ഥലം യയ. ദേവിയുടെ ശുഷ്കിച്ച അല്ലെങ്കിൽ ശോഷിച്ച കൈകൾ അതിങ്ങനെ നീണ്ടു വന്നു. ആകാശത്തെ ഈ വള്ളിയും മറ്റുമൊക്കെ വനത്തെ ആവരണം ചെയ്യുന്നത് പോലെ, വനത്തിൽ ഇങ്ങനെ പടർന്നു കയറുന്നത് പോലെ ആകാശത്തെ ദേവിയുടെ കൈകൾ ആവരണം ചെയ്തു. അങ്ങനെ ആകാശം മുഴുവൻ മറഞ്ഞുപോയി. കിരന്തീകീർണ ദാഹൈർ ദൃഷ്ടിപാതൈർ ദിവാകരാൻ. ദൃഷ്ടിപാതൈഹി ദിവാകരാൻ കിരന്തി വിക്ഷിപന്തി. ദേവിയുടെ നോട്ടം കൊണ്ട് 12 ആദിത്യന്മാരും തകർന്ന് താഴെ വീഴുന്നത് പോലെ തോന്നി. ഒരു സൂര്യൻ നേരത്തെ ഉണ്ടായിരുന്നു, ആ സൂര്യനാണ് കത്തി താഴേക്ക് പോയത്. ദേവിയുടെ ദൃഷ്ടി അത്ര ഭീകരമായിരുന്നു എന്നർത്ഥം. ഇതൊക്കെ വെറും വർണ്ണനകളാണ്, വേഗത്തിൽ വായിച്ചു പോവാം. സ്ഫുരന്നാനായുധാകാര കചജ്ജണധ്വനി ശതഖണ്ഡം ഖഗാനീകം കുർബാണ വ്യോമകോടരേ. നാനാതരത്തിലുള്ള ആയുധങ്ങൾ ദേവിയുടെ കൈകളിലുണ്ടായിരുന്നു. ആ ആയുധങ്ങളുടെ ശബ്ദം, അവ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദവും അതിൻ്റെ കിലുകില ശബ്ദം, ഝണധ്വനി എന്ന് പറഞ്ഞ ആയുധങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുള്ള ശബ്ദം, ഇതൊക്കെ കേട്ടു തുടങ്ങി. ശതഖണ്ഡം ഖഗാനീകം കുർബാണ വ്യോമകോടരെ. വ്യോമം, ആകാശമാകുന്ന മരപ്പൊത്തിൽ അനേകം പക്ഷികളെ, പക്ഷിക്കൂട്ടത്തെ ചിതറിക്കുന്ന രീതിയിൽ ദേവി നിലകൊണ്ടു. ആകാശം എന്ന് പറയുന്നത് ദേവിയെ സംബന്ധിച്ച് ഒരു മരപ്പൊത്ത് മാത്രമാണ്, അനന്തമായ ആകാശം. അപ്പോൾ അതിലെ ആകാശത്തിൽ എങ്ങനെയാണോ പക്ഷികളെ, ശക്തരായ മറ്റു പക്ഷികൾ അവയെ ഓടിച്ച് അന്തരീക്ഷത്തിൽ ചിതറിക്കുന്നത്, അതുപോലെ 100 കണക്കിന് ആയുധങ്ങളുമായി ദേവി ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സ്ഫുരതാം നാനായുധാനാം ആകാരൈഹി കചജ്ജണധ്വനി യഥാ സ്യാത് തഥാ വ്യോമകോടരേ ഖഗാനീകം പക്ഷിസമൂഹം ശതഖണ്ഡം കുർബാണ. ആകാശത്തിൽ ധാരാളം പക്ഷികളുണ്ട്, 100 കണക്കിന് പക്ഷികൾ. ആ പക്ഷികളൊക്കെ ഈ ദേവിയുടെ ആയുധങ്ങളുടെ ശബ്ദം കേട്ടിട്ട് 4 ഭാഗത്തും ചിതറി ഓടി.
ദേഹജ്വാലേക്ഷണോഷ്മാഢ്യൈ ശരീരാവയവൈസ്തുഷഃ ദീർഘവേണുവനാകാരാः കിരന്തി കോടിയോജനാः. ദേഹജ്വാലേക്ഷണോഷ്മാഢ്യൈ, ദേവിയുടെ ശരീരത്തിൽ നിന്നും അഗ്നിനാളങ്ങൾ പുറത്തേക്ക് വന്നു. ആ അഗ്നിനാളങ്ങളുടെ ചൂടും പ്രകാശവും കൊണ്ട് ദീർഘവേണുവനാകാരാः കിരന്തി കോടിയോജനാः. ആകാശത്തിലുള്ള ദൂരം, കോടിക്കണക്കിന് ദൂരം എന്ന് പറയുന്നത് ആകാശത്തെ അടിസ്ഥാനമാക്കി നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാണ്. നീണ്ട മുളകൾ പോലെയുള്ള, മുളകൾ എന്ന് പറഞ്ഞാൽ ആകാശത്തിലുള്ള ദൂരങ്ങൾ, യോജനകൾ. ഒരു യോജന എന്ന് പറഞ്ഞാൽ 8 മൈലാണ്. അതായത് കിലോമീറ്ററുകൾ, മൈലുകളോളം വരുന്ന ദൂരത്തെ ഈ ദേവിയുടെ ദേഹകാന്തി ആ ദൂരങ്ങളിൽ വ്യാപിച്ചു. ദേഹജ്വാലാഭിരീക്ഷണോഷ്മഭിः നേത്രാഗ്ന്യൗഷ്ണ്യൈശ്ചാഢ്യൈः സമ്പന്നൈः. ദേവിക്ക് 3 കണ്ണുകളുണ്ട്. ശിവൻ എങ്ങനെയാണോ 3 കണ്ണുകൾ, അതുപോലെ ശിവപത്നിയായ ശക്തിസ്വരൂപിണി ആ ചണ്ഡികയ്ക്കും അല്ലെങ്കിൽ കാളിദേവിക്കും 3 കണ്ണുകളുണ്ട്. ആ തൃക്കണ്ണിൽ നിന്ന് അഗ്നിജ്വാലകൾ പുറത്തേക്ക് വമിച്ചു. അതിൻ്റെ ചൂട് സഹിക്കവയ്യാതെ സമ്പന്നൈः ശരീരാവയവൈः ദീർഘവേണുവനാകാരാः കോടിയോജന പരിമിതാസ്തുഷഃ കിരന്തി വിക്ഷിപന്തി. ആകാശത്തിൽ കോടിക്കണക്കിന് യോജനകൾ ഈ ദേവിയുടെ നേത്രാഗ്നിയിൽ നിന്ന് വരുന്ന ജ്വാലകൾ വ്യാപിച്ചു. ദന്തകാന്തീന്ദു വിദ്യോത ദുഗ്ധസ് സ്രപിത ദിങ്മുഖാ കൃശാതിദീർഘവിസ്തീർണ ശരീരാപൂരിതാംബര. ദന്തകാന്തി ഇന്ദു വിദ്യോതം, ദേവിയുടെ പ്രകാശിക്കുന്ന പല്ലുകൾ. ആ ദന്തകാന്തി എന്ന് പറഞ്ഞൊരു ടൂത്ത് പേസ്റ്റ് കിട്ടാറുണ്ട്. നമ്മുടെ ഒരു സ്വാമിജി ഉണ്ടല്ലോ, പതഞ്ജലിയുടെ ഒരു പ്രോഡക്റ്റാണ് അല്ലേ, ദന്തകാന്തി എന്നല്ലേ അതിൻ്റെ പേര്. പിന്നെ പണ്ടൊരു പരസ്യമുണ്ട്, ദന്തധാവന ചൂർണം, അതുണ്ട്. അല്ലാതെ രാജു നിന്റെ പല്ലുകൾ മുത്തുപോലെ തിളങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് പണ്ട് എന്തുകൊണ്ടാണ് തേക്കുന്നത്, അവസാനം പറയുമ്പോൾ ഉമിക്കരി എന്നാണ് പറയുന്നത്. അതിൽ വേറൊരു ഇതിൻ്റെ പരസ്യമാണ്. മിമിക്രിക്കാർ അത് കയ്യിലെടുത്ത് ഞാൻ ഉമിക്കരി കൊണ്ടാണ് പല്ല് തേക്കുന്നത്, അതാണ് പല്ല് ഇത്രയും തിളങ്ങുന്നത്. ചുമ്മാ ആ പൊടിയും ഈ പൊടിയും വേസ്റ്റും ഒന്നും വാങ്ങിച്ച് തേക്കണ്ട എന്ന് ഇത് മിമിക്രിക്കാർ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർ കുളമാക്കുമല്ലോ. അപ്പോൾ ദന്തകാന്തി ഇന്ദു വിദ്യോത, അതായത് നിലാവിനെ തോൽപ്പിക്കാൻ കഴിവുള്ള പ്രകാശത്തോട് കൂടിയവയായിരുന്നു ദേവിയുടെ പല്ലുകൾ. ആ പല്ലുകളുടെ കാന്തി ആകാശത്തിൽ വ്യാപിച്ചപ്പോൾ ആകാശം മുഴുവൻ പാലാഴി പോലെ ആയിത്തീർന്നു എന്നാണ്. ദന്തത്തിൻ്റെ ആ ധവളപ്രകാശം കൊണ്ട് ദിക്കുകളൊക്കെ വെളുത്തു. കൃശാതിദീർഘവിസ്തീർണ ശരീരാപൂരിതാംബര. ശരീരം, ദേവിയുടെ ശരീരം കൃശമാണ്, മെലിഞ്ഞതാണ്. പക്ഷേ അതിന് നീളവും വ്യാപകതയും ഉണ്ടായിരുന്നു. അപ്പം ശരീരം കൃശമാണെങ്കിൽ എങ്ങനെയാണ് വ്യാപിക്കുക എന്ന് ചോദിക്കരുത്. കൃശമായ ശരീരം പക്ഷേ വ്യാപിച്ചിരിക്കുന്ന, വണ്ണമില്ല എന്നർത്ഥം. അങ്ങനെ ആകാശം മുഴുവൻ വ്യാപിച്ചുകൊണ്ട് ദേവി നിന്നു. നിരാലംബാസ്പദ സാന്ധ്യ വിതദേവാഭ്രമാലിക പ്രേതാസന സമാരൂഢ സുരൂഢ പരമേ പദേ. ദേവിക്ക് ആശ്രയമായിട്ട് മറ്റൊന്നുമില്ല, പ്രപഞ്ചത്തിൻ്റെ തന്നെ ആധാരം ഈ ദേവിയാണ്. അങ്ങനെ ആലംബമൊന്നുമില്ലാത്ത സാന്ധ്യാ വിതദേവാഭ്രമാലിക, ഒരാധാരവുമില്ലാതെ ആകാശത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന മേഘമാലകളെപ്പോലെ ദേവി നിലകൊണ്ടു എന്നാണ്. സന്ധ്യാസമയത്തെ മേഘം, അതായത് ചുവന്ന നിറമായിരിക്കും മിക്കവാറും, മഞ്ഞ നിറത്തിലും കാണപ്പെടും മേഘം വൈകുന്നേരം. അപ്പോൾ ചുവന്ന നിറത്തിലുള്ള മേഘമാലികകളെപ്പോലെ ഒരാലംബവുമില്ലാതെ ദേവി ആകാശത്തിൽ സ്ഥിതി ചെയ്തു. പ്രേതാസന സമാരൂഢ, പ്രേതങ്ങളുടെ പുറത്താണ് ദേവി ആസനസ്ഥയായത്. സുരൂഢ പരമേ പദേ, ദേവി നിൽക്കുന്നത് പ്രേതത്തിൻ്റെ പുറത്താണെങ്കിലും
പരമപദത്തിലാണ് ദേവിയുടെ യഥാർത്ഥ സ്ഥിതി. പരമപദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ചിത്ത്, അഖണ്ഡബോധം. അഖണ്ഡബോധത്തിൻ്റെ ശക്തി പ്രകടമാവുന്നതിനെയാണ് ദേവി ചണ്ഡിക പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. നിർഗതേ ആലംബാസ്പദേ യസ്യാഹ അഭ്രമാലികാപക്ഷേ നിരാലംബം അംബരമാസ്പദം യസ്യാഹ. അഭ്രമാലകൾ എന്ന് പറഞ്ഞാൽ മേഘപംക്തികൾക്ക് ആകാശമല്ലാതെ മറ്റൊരാധാരവും എങ്ങനെയില്ലയോ അതുപോലെ ഒരാലംബവും ഒരാശ്രയവുമില്ലാതെ അനന്തമായ ആകാശത്തിൽ ദേവി നിലകൊണ്ടു. പരമേപദേ ബ്രഹ്മണി സുഷ്ടു രൂഢ പ്രാദുർഭൂത. ബ്രഹ്മത്തിലാണ് ദേവിയുടെ ശരിക്കുള്ള നിൽപ്പ്. താൻ ബ്രഹ്മമാണ്, ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് ഞാനായി പ്രകടമായിരിക്കുന്നത് എന്ന് ദേവിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് ബ്രഹ്മനിഷ്ഠയായിരുന്നു ഈ ദേവി. സ്ഫുരന്തി പ്രജ്വലദ്രൂപ സന്ധ്യാ ജലധരാരുണ ദധാനാഗനാംബോധൗ വാടവജ്വലനശ്രിയം. ജ്വലിക്കുന്ന രൂപത്തോടുകൂടി ജലധരങ്ങൾ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ, ചുവന്ന മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സന്ധ്യയെപ്പോലെ ജ്വലിക്കുന്ന രൂപത്തോടുകൂടി ദേവി കാണപ്പെട്ടു. ആകാശമാകുന്ന അംബോധവും കടലിൽ വാടവാഗ്നി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒരു അഗ്നി എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കവിസങ്കല്പം. ആ വാടവാഗ്നിയിൽ സമുദ്രജലം സദാ ആവിയായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ദേവി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വാടവാഗ്നി, ഗഗനമാകുന്ന ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട ബടവാഗ്നിയെ പോലെ ദേവി കാണപ്പെട്ടു. ശവൈ ശവാംഗൈർ മുസലൈ പ്രാസതോമരമുദ്ഗരൈ ബൃസികോലൂഖലഹലൈ കിരന്തി ചഞ്ചലാസ്രജ. ദേവിയുടെ കഴുത്തിൽ ധാരാളം മാലകൾ ഉണ്ടായിരുന്നു. ആ മാലകൾ പൂക്കൾ കോർത്ത മാലകളല്ലായിരുന്നു. ഇതിനു മുമ്പും ഈ മഹാശവവർണ്ണന എന്ന പേരിലൊരു അധ്യായം നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ ദേവി അണിഞ്ഞിരുന്ന മാലകൾ, ആ മാലകളിൽ ഉണ്ടായിരുന്നത് പലതരത്തിലുള്ള ആയുധങ്ങളായിരുന്നു. കലപ്പ, വെട്ടുകത്തി, കോടാലി, കുന്താലി, മൺവെട്ടി, ഇതുപോലെയുള്ള എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ആരെങ്കിലും മാലകളായി കോർത്തിടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേവി ശക്തി സ്വരൂപിണിയാണ്. കർമ്മം, ചലനം, അതായത് രജോ ഗുണമെന്നർത്ഥം. ശക്തിയാണല്ലോ കർമ്മത്തിന് കാരണം. ബ്രഹ്മം നിശ്ചലമാണ്, പക്ഷേ ബ്രഹ്മശക്തി സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശക്തി അല്ലെങ്കിൽ ഊർജം എന്ന് പറയുന്നത് തന്നെ ചലനത്തിന് കാരണമാകുന്നതാണ്. അപ്പോൾ കർമ്മം ചെയ്യാൻ സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന ആയുധങ്ങളെയാണ് ദേവി മാലയായി കോർത്ത് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആയുധങ്ങൾ ദേവിയുടെ മാലകളായി ദേവി ധരിച്ചു എന്ന് പറഞ്ഞത്. മുസലം എന്ന് പറഞ്ഞാൽ ഇരുമ്പൊലക്ക, കുന്തം, ഉലൂഖലം, ഒരല്, ഹലം, കലപ്പ, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ഇടിക്കാനും വെട്ടാനും കുത്താനും പൊടിക്കാനും ഉള്ള. ഈ കാലത്താണെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനും മിക്സിയും ഗ്രൈൻഡറും ഒക്കെ ദേവി കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്നതായി വേണമെങ്കിൽ വിചാരിക്കാം. ഇന്ന് മറ്റ് പഴയ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, ഒക്കെ മാറിയല്ലോ. അങ്ങനെയാണല്ലോ ജീവിതശൈലി രോഗങ്ങൾ കേരളീയരെ അതികഠിനമായി ഭീകരമായി ബാധിക്കുന്നത്. നിന്നുകൊണ്ടാണ് തൂക്കുന്നത്. എന്താ അതിന് മോപ്പെന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇതെന്ന് പറഞ്ഞാൽ നട്ടെല്ല് വളയാൻ പാടില്ല. നട്ടെല്ല് വളഞ്ഞാൽ നടുവേദന വരും. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് പോലെ, കുട്ടികൾ സ്കെയിൽ വെച്ച് പുസ്തകത്തിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കാറില്ലേ, അതുപോലെ അത് തുടപ്പല്ല, അത് വരപ്പാണ്. വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നെടുകയും കുറുകയും വരയ്ക്കുക, തുടയ്ക്കുക എന്ന് നമ്മൾ പറയും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതൊക്കെയാണ് നടുവേദന, തറയിലിരിക്കാൻ പറ്റില്ല. ഇന്നലെ നമ്മുടെ ആവണിയാട്ടം എന്ന് പറയുന്ന ആവണി അവിട്ടം, അതാണ് നമ്മൾ പറഞ്ഞ് ആവട്ടം എന്നൊക്കെ ആക്കി. അതിന് ആവണി അവിട്ടത്തിന്
എൻ്റെ അതേ വയസ്സല്ല, 10 മാസം എന്തോ എന്നെക്കാളും മൂത്തതാണ്. പുള്ളി തറയിലിരിക്കാൻ പറ്റില്ല, ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റില്ല, ഭയങ്കര മുട്ടുവേദന. അപ്പോൾ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ്, ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ ബാലൻസ് പോകും, വെർട്ടിഗോ എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ പലതരം രോഗങ്ങളാണ്. പണ്ടുള്ളവർ അത്ര വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ എത്ര കാലം ജീവിച്ചിരുന്നു. 80-85 വയസ്സൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ച ആൾക്കാരെ എനിക്ക് തന്നെ അറിയാം. അപ്പം നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ എന്നെക്കാളും പ്രായം ഉണ്ടെന്നാണ് എൻ്റെ വിചാരം കേട്ടോ. ഇരിക്കുന്നവരിൽ കൂടുതലും എന്നെക്കാളും പ്രായമുള്ളവരാണ്, അല്ലെങ്കിൽ എൻ്റെ സമാന വയസ്കരാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതശൈലി ആകെപ്പാടെ മാറിപ്പോയി. ഇപ്പം എന്താണ്? മരുന്നും മന്ത്രവാദവും. മന്ത്രവാദമില്ല, പ്രധാനമായിട്ട് മരുന്നുകൾ ആശ്രയിച്ചാണ് മനുഷ്യർ ജീവിക്കുന്നത്. അപ്പോൾ ജോലി ചെയ്യണം. അപ്പോൾ ജോലിക്ക് അല്ലെങ്കിൽ കർമ്മത്തിന് സഹായിക്കുന്ന പലതരം ആയുധങ്ങളെയും ഉപകരണങ്ങളെയുമാണ് ദേവി മാലയായി കോർത്ത് കഴുത്തിൽ അണിഞ്ഞിരുന്നത്. രജോ ഗുണം എന്നർത്ഥം. ബ്രിസിക എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം എന്നാണ്, ഇരിക്കാനുള്ള പീഠവും അതുപോലെയുള്ള അങ്ങനെയുള്ള സാധനങ്ങളെയും ദേവി മാലയിൽ കോർത്തിരുന്നു. പ്രജാം കടകടാടോപൈർ വഹന്തി ഗഗനാങ്കണേ ദൃഷതാം ഘർഘരാരാവൈ പ്രാവൃഡ് ഗിരിരിവാചലേ. കടകടാടോപൈഹി വഹന്തി ഗഗനാങ്കണേ. ആകാശമാകുന്ന മുറ്റത്തിൽ കടകടാ ശബ്ദം. ദേവിയുടെ ഈ ഈ മാലകൾ എന്ന് പറയുന്നത് മുഴുവൻ ആയുധങ്ങളാണ്. പിന്നെ ദേവി കൈകൾ ഏന്തിയിട്ടുള്ള മറ്റായുധങ്ങൾ, ഇവ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ടിട്ട്, ആ കടകടാ ശബ്ദം കേട്ടിട്ട് ദൃഷതാം ഗർഗരാരാവൈഹി പ്രാവൃഡ് ഗിരിരിവാചലെ. അതിശക്തമായ മഴ മലയുടെ മുകളിൽ പെയ്യുമ്പോൾ പാറകൾ മുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ടു വരുമ്പോൾ എന്ത് ശബ്ദമാണോ കേൾക്കുന്നത്, ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി. കടകടേതി ദന്തധ്വന്യ അനുകരണം. കടകടാ ശബ്ദം എന്ന് പറയുന്നത് ദേവി പല്ല് ഞെരിക്കുന്നതിൻ്റെ ശബ്ദമാണ്. പല്ലിങ്ങനെ ദേഷ്യം വരുമ്പോൾ മനുഷ്യർ പല്ല് കടിക്കാറില്ലേ, പല്ല് ഞെരിക്കുക. പല്ല് പൊടിഞ്ഞു പോകത്തേ ഉള്ളൂ, വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ദേവിയുടെ പല്ല് കടിക്കുന്ന ആ ശബ്ദമാണ് കടകടാ ശബ്ദം. തദാടോപൈഹി തദാഡംബരൈഹി പ്രജാം ജനശരീരമാലാം ഗഗനാങ്കണേ വഹന്തി. ആകാശമാകുന്ന മുറ്റത്തിൽ മനുഷ്യ ശിരസ്സുകൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു മാല ധരിച്ചുകൊണ്ട് ദേവി നിന്നു എന്നാണ്. മനുഷ്യ ശിരസ്സുകൾ, തലയോട്ടി എന്ന് നമ്മൾ പറയാറുണ്ട്. പുറത്തുള്ള ആ എല്ലും തോലും അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ളതാണ് തലയോടെന്ന് പറയുന്നത്. ആ തലയോട്ടി, മണ്ടയോടെന്ന് തമിഴിൽ പറയും. തലയ്ക്ക് മണ്ട എന്നാണല്ലോ. പിന്നെ മലയാളികൾ തലമണ്ട എന്നും പറയും. എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അവൻ്റെ തലമണ്ടക്കിട്ടൊന്ന് കൊടുക്കണം. ഒന്നുകിൽ തല എന്ന് പറയും, അല്ലെങ്കിൽ മണ്ട എന്ന് പറയും. എന്തെങ്കിലും ഒന്ന് പറയും. രണ്ടും കൂടെ ഇങ്ങനെ ആവർത്തനം. അത് നമുക്ക് അങ്ങനെ എഴുതുന്നുണ്ട്. നടു സെൻറ്റർ എന്ന് പറയും. നടു സെൻറ്റർ, ഒന്നുകിൽ നടു അല്ലെങ്കിൽ സെൻറ്റർ. ആ ഗേറ്റ് വാതിൽക്കൽ ഒരാൾ നിൽക്കുന്നു. ഒന്നുകിൽ ഗേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വാതിലെന്ന് പറയും. ഒരേ കാരണം തന്നെ, അല്ല ഒരേ അർത്ഥം തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ മനുഷ്യ ശിരസ്സുകൾ കോർത്ത ഒരു മാലയും ദേവി കഴുത്തിൽ ധരിച്ചിരുന്നു. ജനശരീരങ്ങളുടെ മാല, ശരീരങ്ങളെയും കോർത്ത് ധരിച്ചിരുന്നു, ശിരസ്സുകളെയും കോർത്ത് മാലയായി ദേവി ധരിച്ചിരുന്നു. യഥാ പ്രാവൃഡ് ഗിരിഹി ദൃഷതാം മാലാം ഘർഘരാരാവൈഹി നിർജ്ജരൈ രചലേ സ്വദേഹേ വഹതി യദ്വത്. എങ്ങനെയാണോ മഴക്കാലത്തെ ഒരു പർവ്വതം എന്ന് പറഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർവ്വതം അനേകം പാറകളാകുന്ന മാലകളെ തന്നിൽ ധരിക്കുന്നത്. എങ്ങനെയാണ് പാറകൾ
നദികളിൽ നിന്ന് ഒഴുകി വരുന്ന പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ, ഈ നദികൾ വലിയ പാറക്കല്ലുകളെ മുകളിൽ നിന്ന് ഉരുട്ടിക്കൊണ്ടുവരും. ആ പാറകൾ മുകളിൽ നിന്ന് ഉരുണ്ടുവരുന്ന ശബ്ദം എങ്ങനെയോ അതുപോലെയുള്ള ശബ്ദമായിരുന്നു ദേവി പല്ല് ഞെരിച്ചപ്പോൾ കേട്ടത്. ഇങ്ങനെ വർണ്ണിക്കുന്നു. ദേവാവൂചുരയം ദേവി ഉപഹാരീകൃതോംബികേ സാർദ്ധം സ്വപരിവാരേണ ശീഘ്രമാഹ്രിയതാമിതി. ഈ ദേവിയോട് ദേവന്മാർ പറഞ്ഞു, അല്ലയോ ദേവി, ഉപഹാരീകൃതോംബികെ, ഈ മഹാശവത്തെ ഞങ്ങൾ ദേവിക്ക് ഉപഹാരമായി, കാഴ്ചദ്രവ്യമായി അല്ലെങ്കിൽ നിവേദ്യമായി സമർപ്പിക്കുന്നു. ഇത് വേഗം ഭക്ഷിച്ച് തീർത്താലും, അല്ലാതെ ഈ മഹാശവത്തെ എവിടെ കൊണ്ട് കളയും? ഭീമാകാരമായ ശരീരം, ഭൂമി മുഴുവൻ നിറഞ്ഞ് ഭൂമിക്ക് അപ്പുറത്ത് അതിൻ്റെ കൈയും കാലുമൊക്കെ വ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ശരീരം ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഭൂമിയെ രക്ഷിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ ദേവി ഈ ശവം മുഴുവൻ തിന്നു തീർക്കണം. ഈ ദേവി ഈ ശവം ഭക്ഷിക്കാൻ തയ്യാറായതുകൊണ്ടാണോ നമ്മളും മാംസം കഴിക്കുന്നത്? ഉറക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദേവിക്ക് തിന്നാമെങ്കിൽ നമുക്ക് തിന്നാൽ എന്താ? ചിക്കനും മട്ടണും ബീഫും ഒക്കെ. ദേവി ഈ മാംസം തിന്നു എന്ന് പറയും. ഈ മഹാശവം ഇങ്ങനെ ഒരു സാധനം യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. നമുക്ക് പിടിച്ച് തിന്നാൻ പറ്റുന്നത് വല്ല കോഴിക്കുഞ്ഞിനെയോ കോഴിയെയോ താറാവിനെയോ, ഇതിനെയൊക്കെ നമുക്ക് പിടിച്ച് തിന്നാൻ പറ്റൂ. ദേവോ ദുർബലഘാതക. സംസ്കൃതത്തിൽ രസകരമായൊരു സുഭാഷിതമുണ്ട്. അശ്വം നൈവ ഗജം നൈവ വ്യാഘ്രം നൈവ ച നൈവ ച അജാപുത്രം ബലിം ദദ്യാത് ദേവോ ദുർബലഘാതക. ലോകത്തിൽ എപ്പോഴും ശക്തന്മാരാണ് ദുർബലന്മാരെ പീഡിപ്പിക്കുന്നത്. ബലം കൂടിയവൻ്റെ കയ്യിൽ ബലം കുറഞ്ഞവൻ ഇരയായിത്തീരും. ഇതാണ് നിയമം. കാട്ടിൽ നോക്കൂ, ശക്തി കൂടിയ മൃഗങ്ങൾ ശക്തി കുറഞ്ഞ മൃഗങ്ങളെ ഭക്ഷിക്കും. എവിടെയും ഇങ്ങനെയാണ്. കടലിലാണെങ്കിൽ വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെ വിഴുങ്ങും. ദേവന്മാരും ഇങ്ങനെ തന്നെയാണെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ദേവന്മാരും ഈ ജീവികളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ പാവപ്പെട്ട ജീവികളെയാണ് ദേവന്മാർ പോലും ദ്രോഹിക്കുന്നത്. എന്തുകൊണ്ട് കവി ഇങ്ങനെ ഒരു സുഭാഷിതം എഴുതി എന്ന് ചോദിച്ചാൽ, അശ്വം നൈവ ഗജം നൈവ, കുതിരയും വേണ്ട ആനയും വേണ്ട, വ്യാഘ്രം നൈവച നൈവച, വ്യാഘ്രം എന്ന് പറഞ്ഞാൽ കടുവ, കടുവയും വേണ്ട. അതായത് ഈ പറഞ്ഞ കുതിര, ആന, കടുവ ഇവയുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഞങ്ങൾക്ക് ബലിയായി തരരുത്, ബലിമൃഗമായി തരരുത്. ഞങ്ങൾക്ക് വേണ്ടത് ആട്ടിൻകുട്ടികളെയാണ്. അജാപുത്രം ബലിം ദദ്യാത്. ആടും കോഴിയുമാണല്ലോ അമ്പലങ്ങളിൽ പണ്ട് അറുത്തുകൊണ്ടിരുന്നത്, ആടിനെയും കോഴിയെയും ഒക്കെ. അപ്പോൾ അജാപുത്രൻ, പെണ്ണാടിൻ്റെ കുഞ്ഞുങ്ങൾ. എല്ലാ കുഞ്ഞുങ്ങളും പെണ്ണാടിൻ്റെ കുഞ്ഞുങ്ങളാണ്, ആണാട് പ്രസവിക്കത്തില്ലല്ലോ. അതുകൊണ്ട് അജയുടെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ആടുകൾ എന്നർത്ഥം. ഈ ആട്ടിൻകുട്ടികളെ ഞങ്ങൾക്ക് ബലിയായി തന്നാൽ മതി എന്നാണ് ദേവന്മാർ പോലും പറയുന്നത്. എന്തുകൊണ്ട് സിംഹത്തിൻ്റെ അല്ലെങ്കിൽ പുലിയുടെ കുട്ടിയെ, കടുവയുടെ കുട്ടിയെ ഞങ്ങൾക്ക് തന്നുകൂടാന്ന് പറഞ്ഞാൽ, ഈ ദേവന്മാർ അതിനെ കഴിക്കാൻ വരുമ്പോൾ അത് ദേവന്മാരെ ഭക്ഷിച്ചാലോ? അപ്പോൾ ഒന്നും ചെയ്യാത്ത പാവം ആട്ടിൻകുട്ടി. അപ്പോൾ ആട്ടിൻകുട്ടിയെ ഞങ്ങൾക്ക് ബലിയായിട്ട് തന്നാൽ മതി എന്നാണ് ദേവന്മാർ പോലും പറയുന്നത്. ദേവോ ദുർബലഘാതക. ദുർബലന്മാരെ കൊല്ലിക്കുന്ന സ്വഭാവമാണ് ഈ ദേവന്മാർക്ക് പോലും ഉള്ളത്. അപ്പോൾ മനുഷ്യരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ശക്തൻ്റെ അടുത്ത് ആരും അടിക്കാൻ പോവില്ല, അവൻ്റെ അടുത്ത് ശണ്ട കൂടാനോ തർക്കിക്കാനോ ഒന്നും പോവില്ല. ആരുടെ ശബ്ദമാണോ ഉച്ചത്തിൽ കേൾക്കുന്നത് അവൻ പറയുന്നത് ശരി എന്ന് ജനം വിചാരിക്കും. അവൻ പറയുന്നത് എന്ത് വിഡ്ഢിത്തമാണെങ്കിലും സൗണ്ടിൻ്റെ വോള്യൂം കൂട്ടിക്കഴിഞ്ഞാൽ അവൻ പറയുന്നത് ശരി എന്ന് ലോകം അംഗീകരിക്കും. സത്യം പറയുന്നവൻ, അവന് അത്ര ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല, ശബ്ദം വളരെ കുറവായിരിക്കും. അപ്പോൾ അവൻ്റെ വാക്കാരും കേൾക്കില്ല എന്നാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അതാണ് ലോകം. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, അല്ലയോ ദേവി അംബികേ,
ഈ മഹാശവത്തെ ഞങ്ങൾ ഉപഹാരമായി ദേവിക്ക് സമർപ്പിക്കുന്നു. സാർദ്ധം സ്വപരിവാരേണ, ദേവിയും ദേവിയുടെ ഭൂതഗണങ്ങളും കൂടെ ശീഘ്രമാഹ്രിയതാമിതി, എത്രയും പെട്ടെന്ന് ഈ ശവത്തെ തിന്നു തീർക്കൂ, അങ്ങനെ ലോകത്തെ രക്ഷിക്കൂ. തിന്നു തീർത്താലേ പോവൂ. ഇതിനെ എവിടെയും കൊണ്ട് കളയാൻ പറ്റില്ല. കാരണം ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ശവമാണ്. ഇതിനെ എവിടെ കൊണ്ട് കളയും? ഇതിനെ പൊക്കാൻ പോലും പറ്റില്ല. ഇത് ആകാശത്തിൽ നിന്ന് താഴേക്ക് വീണതാണ്, ഭൂമിയിലേക്ക് വീണ ഒരു ശവമാണ്. അപ്പോൾ ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, തിന്നു തീർക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇതുപോലെ തന്നെയാണ് കർമ്മഫലങ്ങളുടെയും കഥ. നമ്മൾ ചെയ്തു കൂട്ടിയ പുണ്യമോ പാപമോ ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചേ തീരൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. ഇതാണ് കർമ്മ നിയമം. ഇതിന് അപവാദങ്ങളില്ല. ഏത് ഗംഭീരനും ഏത് ഭിക്ഷക്കാരനും ഏത് ചക്രവർത്തിയും ഈ കർമ്മ നിയമങ്ങൾക്ക് വിധേയനാണ്. അതുകൊണ്ട് കർമ്മഫലങ്ങളിൽ നിന്ന് രക്ഷ നേടിയാൽ മാത്രമേ നമുക്ക് ജന്മപരമ്പരകളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റൂ. എങ്ങനെയാണ് കർമ്മങ്ങളിൽ നിന്ന് രക്ഷ നേടുക? കർമ്മങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. കർമ്മങ്ങൾ ചെയ്താൽ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ കർമ്മം ചെയ്യുകയും വേണം, കർമ്മഫലത്തിന് അധികാരിയാവുകയും അരുത്. കർമ്മഫലം നമ്മെ ബാധിക്കാതെ ഇരിക്കണം, പക്ഷേ നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാനും പറ്റില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. കർമ്മം ചെയ്യുമ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ശുദ്ധചിത്താണ് എന്ന ഭാവന നിലനിർത്തിക്കൊള്ളുക. വേറെ ഒരു മാർഗവുമില്ല. ഞാൻ ഒരു ജീവനാണ്, കർത്താവാണ്, ഭോക്താവാണ് തുടങ്ങിയ വിചാരങ്ങളുണ്ടെങ്കിൽ ആ ജീവഭാവത്തെയാണ് കർമ്മഫലങ്ങൾ ബാധിക്കുന്നത്. ഞാൻ ചെയ്യുന്നു എന്നുള്ള വിചാരം ഉള്ളിലുണ്ടാവരുത്. അത് എൻ്റെ നിയന്ത്രണത്തിലല്ല. ആ ചിന്ത ഉണ്ടായി, ഞാൻ അറിയാതെ ഉള്ളിലുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ ചിന്തയുണ്ടാകുമ്പോൾ ഞാൻ സാക്ഷിമാത്രനായ പരമാത്മാവാണ്, ഞാൻ ബ്രഹ്മമാണ്, എന്നിൽ മായ പ്രവർത്തിക്കുന്നു. അതാണ് കർമ്മം. ആ കർമ്മങ്ങളോ കർമ്മഫലങ്ങളോ എന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല, ഞാൻ ശുദ്ധചിത്താണ് എന്ന ഭാവനയോടുകൂടി കർമ്മം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കർമ്മഫലങ്ങൾ നമ്മെ ബാധിക്കുകയില്ല. ഞാൻ കർത്താവാണ്, ഒരു കർമ്മം ചെയ്യുന്നവനാണ് എന്ന വിചാരം ഉള്ളിടത്തോളം കാലം കർമ്മഫലങ്ങൾ നമ്മെ വിടാതെ പിന്തുടരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇതാണ് കർമ്മ നിയമം. പക്ഷേ കർമ്മം ചെയ്യാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇതേതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചക്ക ചുളയൊക്കെ എടുത്ത് കൂട്ടാനൊക്കെ വെക്കുന്നുണ്ടല്ലോ. ചക്ക മുറിച്ച് കഴിഞ്ഞാൽ അതിൽ ചവിണിയും അതുപോലെ ചക്കയുടെ കറയൊക്കെ ഉണ്ടാവും. കറ കയ്യിൽ പുരളാതെ നമുക്ക് ചക്ക കൂട്ടാൻ വയ്ക്കാൻ പറ്റുകയില്ല. ഒറ്റ വഴി എന്താണ്? കയ്യിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടിക്കോളൂ. തേങ്ങാ എണ്ണ, വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ തേങ്ങാ എണ്ണ. തമിഴിൽ തേങ്ങാ എണ്ണ എന്നാണ് അവർ പറയുന്നത്. നമുക്കിവിടെ ഈ വെളിച്ചം തരുന്നത് കൊണ്ടാണോ വെളിച്ചെണ്ണ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ലെണ്ണയും മറ്റ് വേപ്പെണ്ണയും അല്ലേ, ഏത് എണ്ണ കത്തിച്ചാലും നമുക്ക് വെളിച്ചം കിട്ടും. എങ്ങനെയാണ് ഈ തേങ്ങാ എണ്ണയ്ക്ക് വെളിച്ചെണ്ണ എന്നുള്ളത്? തമിഴിലാണെങ്കിൽ അവർ കൃത്യമായിട്ട് പറയും തേങ്ങാ എണ്ണ, നല്ലെണ്ണ. അത് നമ്മൾ മലയാളത്തിൽ നല്ലെണ്ണ എന്ന് പറയും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല എണ്ണയാണ്. നല്ലെണ്ണയാണ് ശരീരത്തിന് വളരെ നല്ലത്, ശരീരത്തിന് നന്മയുണ്ടാക്കുന്നത്, ശരീരത്തിന് ഹിതകരമായിട്ടുള്ളത് നല്ലെണ്ണയാണ്. പക്ഷേ വെളിച്ചെണ്ണയ്ക്കാണ് സ്വാദ് കൂടുതൽ. വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉണ്ടെന്നൊക്കെ വെറുതെ പറഞ്ഞു വരുത്തുന്നതാണ്. എത്രയോ കാലമായി കേരളത്തിലെ കേരളീയർ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊന്നും ഈ കൊളസ്ട്രോളും പുല്ലൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ പിന്നീട് ഇവന്മാർ ഈ ലോബികളുണ്ടല്ലോ, അവരാണ് ഇതിൽ ഈ വെളിച്ചെണ്ണയിൽ ഭയങ്കര കൊളസ്ട്രോളാണ്, വെളിച്ചെണ്ണ കൂട്ടരുത് എന്നൊക്കെ പറയുന്നത്.
തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് അവരുടെ ആഹാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എല്ലാറ്റിലും തേങ്ങ ഇടും, തേങ്ങ അരച്ച കറി എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമുക്ക് ഡോക്ടർ പറയുന്നത് വേദവാക്കാണ്, അത് ആരോ ആയിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞ വേദവാക്ക്. വേദങ്ങൾ പറയുന്ന വാക്കിന് പുല്ലുവില, വേദങ്ങൾ പറയുന്ന വാക്കിന് പുല്ലുവില. എങ്ങനെ ഗുണം പിടിക്കും, എങ്ങനെ ഗതി പിടിക്കും? നമ്മൾ ഡോക്ടർമാരെ തരം താഴ്ത്തുകയല്ല ചെയ്യുന്നത്. ഈശ്വരൻ്റെ വാക്കിനാണോ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വാക്കിനോ? ഈശ്വരവാണി പറയുന്ന മനുഷ്യന് നമുക്ക് വില കൽപ്പിക്കാം. ഋഷിമാരൊക്കെ ഈശ്വരൻ്റെ വാക്കുകളെ നമുക്ക് പറഞ്ഞു തന്ന മനുഷ്യരാണ്. അതുകൊണ്ട് നമുക്ക് ഋഷികളെ ആദരിക്കാം, ബഹുമാനിക്കാം. ഈശ്വരനേക്കാളും വലുതായിട്ട് മറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ദേവിയും ദേവിയുടെ പരിവാരങ്ങളും കൂടെ എത്രയും പെട്ടെന്ന് തിന്നു തീർക്കണം എന്ന് ദേവന്മാർ അപേക്ഷിച്ചു. ദേവാസ്താം ദേവി മൂചുഹു, ദേവന്മാർ ദേവിയോട് പറഞ്ഞു. കിമൂചുഹു, എന്താ പറഞ്ഞത്? ഹേ അംബികെ, അല്ലയോ അംബികെ, അയം ശവഃ തേ ഉപഹാരീകൃത അസ്മാഭിഹി, ഞങ്ങൾ ദേവിക്കൊരു ഉപഹാരമായി ഈ ശവത്തെ സമർപ്പിക്കുന്നു. സ്വപരിവാരേണ സാർദ്ധം ശീഘ്രം ആഹ്രിയതാം ഭുജ്യതാം ഇത്യൂചുഹു, അങ്ങയുടെ പരിവാരത്തോടൊപ്പം ഇതൊക്കെ ഒന്ന് ഭക്ഷിച്ച് തീർത്ത് ഭൂമിയെ രക്ഷിക്കണം എന്നവർ ആവശ്യപ്പെട്ടു. വദത്യേവം സുരാനീകേ തം ശവം പ്രാണവായുന ദേവീ പ്രവവൃതേ രക്തസാരമാക്രഷ്ടുമഞ്ജസ. ദേവന്മാരുടെ അനുവാദം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നുവോ ദേവി എന്ന് തോന്നുമാറ് ദേവന്മാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ സുരാനീകം, ദേവന്മാരുടെ സമൂഹം ഒന്നടങ്കം ഇങ്ങനെ പറഞ്ഞപ്പോൾ തം ശവം പ്രാണവായുന, തൻ്റെ പ്രാണവായു കൊണ്ട് ഭൂമിയിൽ വീണ് കിടക്കുന്ന ആ ശവത്തെ ദേവി ശക്തിയായി ഉള്ളിലേക്ക് വലിച്ചു. ദേവിയുടെ പ്രാണശക്തി കൊണ്ട്, കാരണം കുനിഞ്ഞൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ നിന്നിട്ട് ഈ ശവത്തെ, ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ച് ആകർഷിച്ചു. ദേവി പ്രവവൃതേ, അതിനെ ഉള്ളിലേക്ക് വലിച്ചു. രക്തസാരമാക്രഷ്ടുമഞ്ജസ, എന്തിനാണ് സക്ക് ചെയ്യുക എന്ന് നമ്മൾ പറയത്തില്ലേ, ഉള്ളിലേക്ക് വലിക്കുക. വാക്യൂം ക്ലീനറൊക്കെ കൊണ്ട് ഇങ്ങനെ സക്ക് ചെയ്തെടുക്കുന്ന പോലെ ഈ ശവത്തെ ഒന്നാകെ ദേവി തൻ്റെ പ്രാണവായുവിൻ്റെ ശക്തി കൊണ്ട് ഉള്ളിലേക്ക് വലിച്ചു. എന്തിനാണ്? രക്തം കുടിക്കാൻ. ഇത് ശവശരീരമാണെങ്കിലും അതിൽ ധാരാളം രക്തവും മാംസവും ഒക്കെ ഉണ്ട്, എല്ലുകളും ഉണ്ട്. അതൊക്കെ ഭക്ഷിച്ച് തീർക്കാനാണ് ദേവിയുടെ പുറപ്പാട്. ദേവി സ്വയം സർവപ്രാണശക്തിത്വാത്, ദേവി എന്ന് പറയുന്നത് പ്രാണശക്തി തന്നെയാണ്, ശക്തി സ്വരൂപിണിയാണല്ലോ ദേവി. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ പ്രാണശക്തിയായി പ്രകടമായിരിക്കുന്നതും ഇതേ ദേവി ആയതുകൊണ്ട് സർവപ്രാണന്മാരുടെയും കേന്ദ്രം ഈ ദേവിയാണ്. ആ പ്രാണശക്തി ഉപയോഗിച്ച് പ്രാണാനാം രക്തധാരത്വാത് പ്രാണവായുനൈവ തദ് രക്തസാരമാക്രഷ്ടും പ്രവവൃതേ. പ്രാണനുണ്ടെങ്കിലേ ശരീരത്തിൽ രക്തചംക്രമണം ഉണ്ടാവും. പ്രാണനില്ലെങ്കിൽ രക്തം ഉറഞ്ഞ് കട്ടിയാകും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അയാളുടെ ശരീരം തണുത്ത് രക്തമൊക്കെ കട്ട പിടിക്കും. പിന്നെ അയാളുടെ ശരീരത്തെ മുറിച്ചാൽ ചോര പുറത്തു വരില്ല, ബ്ലഡ് ക്ലോട്ടായി പോവും. അപ്പോൾ ആ രക്തചംക്രമണത്തിന് സഹായിക്കുന്നത് ഈ പ്രാണശക്തി ആയതുകൊണ്ട് സകല ജീവികളുടെയും പ്രാണനായി ദേവി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ആ പ്രാണശക്തിയുടെ സഹായത്തോടു കൂടി രക്തധാരയെ പാനം ചെയ്യാനായി, രക്തം കുടിക്കാനായി ദേവി തയ്യാറായി.
പ്രാണേനാകൃഷ്യമാണം തദ്രക്തം ഭഗവതീ മുഖേ അവിശത് സാന്ധ്യമേഘൗഘ ഇവ മേരോർഗുഹാന്തരം. ഇങ്ങനെ പ്രാണനെ ദേവി ഉള്ളിലേക്ക് ആകർഷിച്ചപ്പോൾ ഈ ശവം ദേവിയുടെ വായുടെ അടുത്തേക്ക് വന്നു. തദ്രക്തം ഭഗവതീ മുഖേ, വായുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ദേവി തൻ്റെ പല്ലുകൾ കൊണ്ട് അതിനെ കടിച്ച് ചതച്ച് ആ ശവത്തിൻ്റെ ചോര കുടിക്കാൻ തുടങ്ങി. ദേവിയുടെ വായ മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞു. ഈ ശവത്തിൻ്റെ രക്തം ദേവിയുടെ വായിൽ എങ്ങനെയാണ് പ്രവേശിച്ചത് എന്ന് ചോദിച്ചാൽ, അവിശത് സാന്ധ്യമേഘൗക ഇവ മേരോർ ഗുഹാന്തരം, മഹാമേരുവിൻ്റെ ഗുഹയ്ക്കുള്ളിൽ ചുവന്ന നിറത്തോടു കൂടിയ സന്ധ്യാകാലത്തെ മേഘങ്ങൾ എങ്ങനെ പ്രവേശിക്കുന്നുവോ അതുപോലെ ഈ രക്തം ദേവിയുടെ വായുടെ ഉള്ളിലേക്ക് പോയി. താവദ്രക്തം തയാപീതം പ്രാണാകൃഷ്ടം നഭസ്ഥയാ യാവച്ഛുഷ്കാ സതീ തൃപ്ത പീനാസ ചണ്ഡികാസ്ഥിത. ഇങ്ങനെ ആ ശവത്തിൽ നിന്ന് കുറേയധികം രക്തം ദേവി ഊറ്റി കുടിച്ചു പ്രാണൻ്റെ ശക്തിയോടുകൂടി. ഇതൊക്കെ ദേവി ആകാശത്തിൽ നിന്നുകൊണ്ടാണ്, ശ്വാസം കൊണ്ട് അതിനെ വലിച്ചെടുത്ത് തൻ്റെ കൈ കൊണ്ടൊന്നും എടുത്ത് പൊക്കിയൊന്നുമില്ല, ശ്വാസം പ്രാണൻ ശക്തി കൊണ്ട് ഉള്ളിലേക്ക് വലിച്ച് അതിൻ്റെ ഉള്ളിലുള്ള രക്തമൊക്കെ കുടിച്ചു. യാവച്ഛുഷ്കാ സതീ തൃപ്ത, ആ മെലിഞ്ഞ ദേവി, ആ ദേവിക്ക് തൃപ്തി വരുവോളം രക്തം കുടിച്ചു. എപ്പോഴാണ് ദേവിക്ക് തൃപ്തി വന്നത്? ആ ശരീരത്തിൻ്റെ ആ മെലിഞ്ഞ സ്വഭാവമൊക്കെ മാറിയിട്ട് ദേവി തടിച്ചു കൊഴുത്തു. ഈ കൊളയട്ടയൊക്കെ രക്തം കുടിക്കുമ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ വണ്ണം കൂടും. ഇതുപോലുള്ള കൊളയട്ട രക്തം കുടിച്ചിങ്ങനെ വീർക്കും. അതിന് ആവശ്യമുള്ള രക്തം കുടിച്ചു കഴിഞ്ഞാൽ അത് തനിയെ പിടിവിടും. പിടിവിട എന്ന് ജഗതിയുടെ കഴുത്തിൽ ഒരാൾ കയറി പിടിക്കും. അപ്പോൾ കഴുത്തിലും കൊങ്ങാക്കിയും കയറിയാണ് പിടിച്ചത്. പിടിവിട എന്ന് ജഗതി പറയുന്നത് പോലെ അഗസ്ത്യകൂടത്ത് ഈ തറയിൽ മുഴുവൻ, പ്രത്യേകിച്ച് അറിയാലോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിട്ടുള്ള മഹേഷിന് അറിയാൻ പറ്റുമല്ലോ, അതിഭയങ്കരം. കാരണം ഇത് ചോര ഊറ്റിയെടുക്കുന്നത് നമ്മൾ അറിയത്തില്ല, വേദനിക്കത്തില്ല. സ്ട്രാ വെച്ച് നമ്മൾ ഈ ജ്യൂസും മറ്റുമൊക്കെ കുടിക്കുന്നത് പോലെ ഒരു 10-15 കൊളയട്ട കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം ഒരു അല്പസമയത്തിനുള്ളിൽ വലിച്ചൂറ്റി കളയും. രക്തനഷ്ടം സംഭവിക്കും, തളർന്നു പോകും. അപ്പോൾ അതൊക്കെയാണ് കൊളയട്ടയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊളയട്ട എങ്ങനെയാണോ രക്തം കുടിച്ച് അതിന് തൃപ്തി വരുമ്പോൾ പിടിപെടുന്നത്, അതുപോലെ ഈ ദേവി ആവോളം രക്തം പാനം ചെയ്തിട്ട് ദേവിയുടെ ശരീരം പുഷ്ടിപ്പെട്ടു. അങ്ങനെ ആ ചണ്ഡിക രക്തം കുടിച്ച് വീർത്തു. ഇപ്പോൾ ദേവിയുടെ ശരീരം പണ്ടത്തെ പോലെയല്ല, ഉണങ്ങിയ ശരീരമൊന്നുമല്ല, മെലിഞ്ഞ ശരീരമല്ല, നല്ല പുഷ്ടിയുള്ള ശരീരം. അപ്പോൾ രക്തമാണ് ദേവി കുടിച്ചത്. ദേവിയുടെ നാവിൽ നിന്നും, കാളിയുടെയൊക്കെ പടം കണ്ടിട്ടില്ലേ, നാവിൽ നിന്നും രക്തബിന്ദുക്കൾ ഇറ്റിറ്റ് വീഴും. എന്തിനാണ് ഇങ്ങനെയൊക്കെ പടവും ഇങ്ങനെയുള്ള പടം വരച്ചത്? ഈ സ്തോത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചിത്രകാരന്മാർ ദേവീദേവന്മാരുടെ പടം വരച്ചത്. ദേവിയെ സ്തുതിക്കുന്ന ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകങ്ങൾ അതിനെ പടങ്ങളുടെ രൂപത്തിലാക്കി മാറ്റി. അപ്പോൾ ഈ ശ്ലോകങ്ങൾ എന്തിനാണ് എഴുതി വെച്ചത് ഇത്ര ഭീകരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ, എല്ലാ മനുഷ്യരെയും സാത്വികമായ ദൈവങ്ങളിലൂടെ നേർവഴിക്ക് നയിക്കാൻ പറ്റില്ല. ചിലരെയൊക്കെ ഭീകരമായ രൂപങ്ങൾ, ചിലരെയൊക്കെ ഭയപ്പെടുത്തണം. ശാന്തമായി നിൽക്കുന്ന ലക്ഷ്മി ദേവിയെയോ സരസ്വതിയോ കണ്ടിട്ട് ഒരു ക്രിമിനൽ, അയ്യേ ഇത് ഏതോ ഒരു സാധാരണ സ്ത്രീ, അപ്പോൾ ഇയാളെ പേടിപ്പെടുത്തുന്ന ഒരു രൂപം വേണം, എന്നാലേ അവനെ നേർവഴിക്ക് നയിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഘോരരൂപികളും ഘോരരൂപിണികളുമായ ദേവന്മാരും ദേവിമാരും നമുക്കുള്ളത്. ചിലരെയൊക്കെ പേടിപ്പിച്ചാലേ പറ്റത്തുള്ളൂ. ഈ നരകവർണ്ണനയൊക്കെ അതിനാണ്, അല്ലാതെ അങ്ങനെയുള്ള നരകമൊന്നുമില്ല. നമ്മുടെ നഗരം തന്നെയാണ് നരകം.
എല്ലാ മഹാനഗരങ്ങളും മഹാനരകങ്ങളാണ്. മനുഷ്യർ ദുരിതമാണ് അനുഭവിക്കുന്നത്. അല്ല, കാറിൽ പോകുന്നു, സ്കൂട്ടറിൽ പോകുന്നു, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു, ഒക്കെ ശരി തന്നെ. മനുഷ്യന് സമാധാനമോ സ്വസ്ഥതയോ ഉണ്ടോ? എല്ലാവർക്കും എപ്പോഴും ടെൻഷനാണ്, ഭയമാണ്, പലതരത്തിലുള്ള ദുഃഖങ്ങളാണ് മനുഷ്യർക്ക് വരുന്നത്. അപ്പോൾ ആരും തൃപ്തരല്ല. പ്രാക് ശുഷ്കാ സതി തൃപ്താ ഭൂത്വാ പശ്ചാത് പീനാ പുഷ്ടാ ഭൂത്വാ സ്ഥിത. നേരത്തെ ശുഷ്കയായിരുന്നു, മെലിഞ്ഞിരുന്നു. അങ്ങനെയുള്ള ആ ചണ്ഡിക രക്തം കുടിച്ച് തൃപ്തി വന്നവളായി ഇപ്പോൾ തടിച്ചു കൊഴുത്തു, പുഷ്ടിയോടുകൂടി സ്ഥിതി ചെയ്തു. തതോ ബഭൂവ സാ രക്തപരിപീന ശരീരിണി രക്താവർഷാഭ്രമാലേവ തടിത്തരളലോചന. ഇപ്പോൾ രക്തം കുടിച്ച് പുഷ്ടി പ്രാപിച്ച ഒരു ശരീരത്തോടു കൂടി ദേവി നിലകൊണ്ടു. ദേവിയുടെ ശരീരം മുഴുവൻ ചുവന്ന നിറമായി മാറി. രക്തമാണല്ലോ കുടിച്ചത്, രക്തം ചുവപ്പാണല്ലോ. അപ്പോൾ രക്താവർഷാഭ്രമാലേവ, ചുവന്ന നിറത്തോടു കൂടിയ വർഷകാല മേഘങ്ങളെപ്പോലെ തടിത്തരളലോചന, തിളങ്ങുന്ന കണ്ണുകൾ. മേഘങ്ങളുടെ ഇടയ്ക്ക് എങ്ങനെയാണോ മിന്നൽ പിണരുകൾ, അതുപോലെ ചുവന്ന ശരീരത്തോടു കൂടിയ ദേവിയുടെ കണ്ണുകൾ പ്രകാശമയങ്ങളായി പ്രകാശിച്ചു. യഥാ വർഷകാലേ തടിത്തരളലോചന രക്തവർണ അഭ്രമാല സ്ഥിത തദ്വത്. മേഘങ്ങളുടെ ഇടയ്ക്ക് മിന്നൽ പിണരുകൾ എങ്ങനെയാണോ അതുപോലെ ദേവിയുടെ ശരീരത്തിൽ പ്രകാശിക്കുന്ന കണ്ണുകൾ കാണപ്പെട്ടു. ലംബോദര ഭഗവതി വിഷമാഹി വിഭൂഷണ രക്താസവമദക്ഷീപ സമസ്തായുധധാരിണി. ദേവിക്ക് ലംബോദരം ഉണ്ടായിരുന്നു. ലംബമായ ഉദരം എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്ന വയറ് എന്നാണ്. ലംബോദരം പിള്ള പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ലംബോദരൻ എന്ന് പറഞ്ഞാൽ മഹാഗണപതി, ഗണപതിയുടെ പര്യായപദമാണ് ലംബോദരൻ. തൂങ്ങിക്കിടക്കുന്ന വയറോട് കൂടിയവൻ. കൊടവയറല്ല, കൊടവയർ മുമ്പിലോട്ടാണ് തള്ളി നിൽക്കുന്നത്. ലംബോദരൻ എന്ന് പറഞ്ഞാൽ ഇത് താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കും വയറ്, അതായത് സുമോ ഗുസ്തിക്കാരൻ്റെ വയറ് പോലെ എന്നർത്ഥം. അതായത് അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വയറുള്ളവർ അണ്ടർവെയർ ഇടണ്ട. വയറുണ്ടെങ്കിൽ അണ്ടർവെയർ വേണ്ട. കാരണം ഈ തൂങ്ങിക്കിടക്കുന്ന വയർ താഴോട്ട് വന്ന് ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങളെയൊക്കെ മറച്ചോളും. എന്തിന് വെറുതെ വസ്ത്രം? രാജസ്ഥാൻ മാർബിൾസിൽ സുമോ ഗുസ്തി, അതിൻ്റെ പരസ്യം കണ്ടിട്ടില്ലേ? എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ചെറിയ ലങ്കോട്ടി. വലുത് ഇടണമെങ്കിൽ മീറ്റർ കണക്കിന് തുണി വേണം. ആനയെ കോണോട് ഉടുപ്പിക്കുന്നത് പോലെയാണ്. ആനയെ കോണ ഉടുപ്പിക്കാൻ പറ്റില്ല. എവിടെ കൊണ്ട് ഇത് കെട്ടിവെക്കും? മുകളിൽ അതിൻ്റെ അടി കൂടെ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ പുറത്താണ് അതിനൊക്കെ എവിടെയെങ്കിലും കെട്ടി വെച്ചാലല്ലേ കോണം കൊണ്ട് പ്രയോജനമുള്ളൂ. ആനയ്ക്ക് അരക്കെട്ടില്ലല്ലോ, നാൽക്കാലിയല്ലേ, അപ്പോൾ മുകളിലേ കെട്ടി വയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയായാലും ഈ ലംബോദരയായ ദേവി ഭഗവതി വിഷമാഹി വിഭൂഷണ, വിഷസർപ്പങ്ങളെ ആഭരണമായി ധരിച്ചിരുന്നു. രക്താസവ മദക്ഷീപ, രക്തമാകുന്ന ആസവം. ആസവം എന്ന് പറഞ്ഞാൽ ഈ കഷായം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതായത് അല്പം ലഹരി കലർന്നിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളെയാണ് ആസവം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ അരിഷ്ടങ്ങളെല്ലാം ഒരർത്ഥത്തിൽ ആസവങ്ങളാണ്. അല്പം ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും, അല്ലെങ്കിൽ ഒരു തലയ്ക്ക് മത്ത് പിടിച്ചതുപോലെയൊക്കെ ഇരിക്കും. ഇപ്പോൾ ഇവിടെ രക്തത്തെയാണ് രക്താസവമാണ് ദേവി കഴിച്ചത്. അങ്ങനെ മതോന്മത്തയായി, അതായത് ഒരു ലഹരി ഉണ്ടായി. സമസ്തായുധധാരിണി, ലോകത്തിലുള്ള സകല ആയുധങ്ങളെയും മാലകളായി അണിഞ്ഞിട്ടുള്ള ദേവി സ്ഥിതി ചെയ്തു. വ്യോംനി നർത്തനമാരേഭേ സ്വശരീരാർദ്ധപൂരിതേ പര്യന്തഗിരിമാലാഗ്രസ്ഥിതാമരനിരീക്ഷിത. എന്നിട്ട് എന്ത് ചെയ്തു?
രക്തമൊക്കെ കുടിച്ച് തലയ്ക്ക് മത്ത് പിടിച്ചപ്പോൾ ദേവി നൃത്തം തുടങ്ങി. കുടിയന്മാരെന്ത് ചെയ്യുന്നു അത് തന്നെയാണ് ദേവിയും ചെയ്തത്. കുടിയന്മാർ കുപ്പി തലയിൽ വെച്ചുകൊണ്ട് നൃത്തം ചെയ്യും. ഒരു പഴയ ഒരു പാട്ടുണ്ട്, പിമ്പിരി പിരി 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 എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ മറ്റേ ആ കുഞ്ചൻ തലയിലൊരു കുപ്പിയും മദ്യക്കുപ്പിയും വെച്ചുകൊണ്ട് ഒരു ഡാൻസ് ഉണ്ട്. അതിൽ പല സിനിമാ പാട്ടുകളുടെയും പാരഡി അല്പ ഇങ്ങനെ ചേർത്ത് കോർത്തെണ്ണ കിട്ടുള്ളൂ. കണ്ടിട്ടുണ്ട്, കേട്ടിട്ടില്ലേ? അത് നല്ല രസമാണ്.